Hello, welcome to my English class. Today I'm taking the second chapter in your textbook. It's a poem, Ode to Autumn by John Keats. Today we will learn the introduction to the poem. As you all know, John Keats was an English romantic poet. He was born in 1795 and he was died in 1821. As the son of Thomas Keats, a stable keeper, and Frances Keats. So look at his lifespan. I think he died at the age of 25 from tuberculosis. He was the son of Thomas Keats and Frances Keats. His father was a stable keeper. അങ്ങനെ പറഞ്ഞാൽ ഫാദർ ഒരു എന്താ പറയുക കുതിരാലയല്ലേ അതിൻ്റെ സൂക്ഷിപ്പുകാരനായിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്ന സംഭവങ്ങൾ പറയുന്നുണ്ട് ഇതിൽ. ഹി വാസ് റൈസ്ഡ് ഇൻ മോർ ഫീൽഡ്സ് ഇൻ ലണ്ടൻ ആൻഡ് attended the Clark School in Enfield. അദ്ദേഹം ലണ്ടനിൽ മോർഫീൽഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹം പഠിച്ച സ്കൂൾ എവിടെയാണ്? എൻഫീൽഡിലെ ക്ലാർക്ക് സ്കൂളിലാണ് അദ്ദേഹം എഡ്യൂക്കേഷൻ എടുത്തത്. After the death of his father due to an accident in 1805 and his mother due to tuberculosis in 1810. അദ്ദേഹത്തിൻ്റെ അച്ഛൻ 1805 ഒരു ആക്സിഡൻറ്റ് കാരണത്താലാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ 1810 അതേപോലെ ക്ഷയരോഗം ബാധിച്ചിട്ടാണ് അമ്മ മരണപ്പെടുന്നത്. സോ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഒരു ട്രാജഡി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ഇൻസിഡൻസ് വരുന്നുണ്ട്. He and his 3 siblings were brought up by his uncle Richard Abbey. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിബ്ലിങ്സ് ആയിട്ടുള്ള ബ്രദേഴ്സില്ലേ അവരൊക്കെ വളർത്തിയത് റിച്ചാർഡ് അബേ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അങ്കിളായിരുന്നു ഇവരെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. Realizing that his true vocation was writing, he gave up his apprenticeship to become an apothecary in 1816. അപ്പോൾ ഇദ്ദേഹത്തിന് എഴുത്തിലാണ് കൂടുതൽ താല്പര്യം എന്നുള്ളത് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. ഈ അപ്പോത്തിക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ, അല്ലെങ്കിൽ ഒരു കെമിസ്റ്റ്, എന്താ പറയുക വൈദ്യൻ എന്നൊക്കെ പറയുന്നത്, മെഡിക്കലായിട്ട് ഫാർമസിസ്റ്റൊക്കെ, അതായത് മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു ഇദ്ദേഹം. മെഡിക്കൽ പ്രൊഫഷണലായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കിയിട്ട് ഇദ്ദേഹം റൈറ്റിങ്ങിനോടാണ് താല്പര്യം എന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതിലേക്ക് മാറി. ഇൻ 1816 ഗേവ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കുക എന്ന് പറയില്ല, അതായത് അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കി. അദ്ദേഹം അപ്പോത്തിക്കരി ആവാനായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് റൈറ്റിങ്ങിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. After being financially independent at the age of 21 with the inheritance of his grandparents, he published his first poem of solitude in 1815 with the help of his friend Leigh Hunt in Examiner. അപ്പോൾ ഇദ്ദേഹം ഫിനാൻഷ്യലി എന്താ സംഭവിച്ചത്, ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടായിരുന്നു. അവരുടെ വെൽത്തൊക്കെ ഇദ്ദേഹത്തിന് കിട്ടി. പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ ഗ്രാൻഡ് പാരൻസിൻ്റെ സ്വത്ത് ഇദ്ദേഹത്തിനായി. അപ്പോൾ 21 വയസ്സായപ്പോൾ ഇദ്ദേഹം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി. ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയം ഓ സോളിറ്റ്യൂഡ് എന്നുള്ള പോയം 1815 ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ലെയ്ഹൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഒരു ഹെൽപ്പോടുകൂടെയാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഫോളോഡ് ബൈ ഹിസ് ഫസ്റ്റ് മേജർ പോയം ഓൺ ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോമർ ഇൻ 1816. അപ്പോൾ ഓൾ സോളിറ്റ്യൂഡ് എന്നുള്ള 1815 പോയതിന് ശേഷം ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഓൺ ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോമർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വേറൊരു പോയം. അതിനുശേഷം 1816 ഈ പോയം പബ്ലിഷ് ചെയ്യുന്നത്. In 1818, Keats' famous long poem Endymion, which begins with the famous line, "A thing of beauty is joy forever."
got published and met with negative reviews in Blackwood and Quarterly. അപ്പോൾ 1818 ഇദ്ദേഹം ഒരു പോയം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എൻറ്റിമിയൻ എന്നാണ് ആ പോയത്തിൻ്റെ പേര്. അതൊരു ലോങ് പോയാണ്. ആ പോയം ബിഗിൻ ചെയ്യുന്നത് ഒരു ലൈനാണ്. ആ ബിഗിൻ ചെയ്യുന്ന ലൈനാണ് കൊടുത്തിട്ടുള്ളത്, എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. അതൊരു ഫേമസ് ലൈനാണ്. ആ ഒരു ലൈന് വെച്ചിട്ടാണ് ആ ഒരു പോയം, എൻറ്റിമിയൻ എന്നുള്ള ആ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിഗിൻ ചെയ്യുന്നത്. ഇപ്പോൾ 1818 ഈ പോയം പബ്ലിഷ് ചെയ്തത്, എൻറ്റിമിയൻ. പക്ഷേ ആ പോയത്തിന് ബ്ലാക്ക്വുഡ്, ക്വാർട്ടർലി എന്നൊക്കെ പറയുന്ന മാഗസിനിൽ നെഗറ്റീവ് റിവ്യൂസാണ് ഈ പോയത്തിന് കിട്ടിയത്. He met his lover Fanny Browne for the first time in August the same year and got engaged the next year. അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ ലൈഫ് സ്പാൻ വളരെ കുറഞ്ഞ ഒരു ലൈഫ് സ്പാൻ. ഒരു 25 വയസ്സായപ്പോഴേക്കും ഇദ്ദേഹം ക്ഷയരോഗം ബാധിച്ചിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലവറെ കണ്ടുമുട്ടുന്നത് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ്. ഫാനി ബ്രൗൺ എന്നായിരുന്നു ആ ലവറിൻ്റെ പേര്. ഫസ്റ്റ് ടൈം ഇവർ മീറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്. അതേ വർഷം തന്നെ ഇവർ എൻഗേജ്ഡ് ആയി. ഗോട്ട് എൻഗേജ്ഡ് ദ നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഓഗസ്റ്റിൽ ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പിറ്റത്തെ നെക്സ്റ്റ് ഇയറിൽ തന്നെ ഇവർ എൻഗേജ്ഡ് ആവുന്നുണ്ട് ഫാനി ബ്രൗൺ ആയിട്ട്. In 1819, which is considered as the annus mirabilis in his career, Keats wrote The Six Odds and the Eve of St. Agnes, the Eve of St. Mark, La Belle Dame Sans Mercy, and Lamia 1 first and second. ഓക്കെ, അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ 1819 എന്നുള്ള വർഷം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാർവലസ് ഇയർ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ലവ്, റൊമാൻസ്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ലൈഫിലൊരു റിമാർക്കബിൾ ഇയർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ളൊരു റിമാർക്കബിൾ ഇയർ ആയിരുന്നു. അതിനാണ് ആനസ് മിറബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമേസിങ് ഇയർ, മാർവലസ് ഇയർ എന്നൊക്കെ പറയാം. അതാണ് ആനസ് മിറബിൾസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വർഷമായിരുന്നു 1819 അദ്ദേഹത്തിൻ്റെ കരിയറിൽ. ആ വർഷമാണ് അദ്ദേഹം ഏകദേശം 6 ഓഡ്സ് എഴുതുന്നുണ്ട്. ഓഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡ് ടു ഓട്ടം. ഇപ്പോൾ ഈ പോയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്കാലം അല്ലേ, അതിനെ പ്രൈസ് ചെയ്യുന്ന ഒരു ലിറിക് പോയാണ് ഓഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓഡ് ലിറിക് പോയമാണ്. അപ്പം 6 ഓഡ്സ് എഴുതുന്നുണ്ട്. അതുപോലെ ഈവ് ഓഫ് സെൻറ്റ് ആഗ്നസ്, ഈവ് ഓഫ് സെൻറ്റ് മാർക്ക്, ലാബലെ ഡെയിം സാൻസ് മെർസി, ലാമിയ 1 and 2. അപ്പോൾ ഇതൊക്കെ, ഈ വർക്ക്സൊക്കെ ആ ഒരു വർഷത്തിൽ 1819 ഇദ്ദേഹം ഈ വർക്ക്സ് എല്ലാം എഴുതിയിട്ടുള്ളത്. In December 1819, John realized that his fate too would be no different from his mother's and younger brother Tom's, who died in 1818. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1810 അദ്ദേഹത്തിൻ്റെ മദർ ട്യൂബർക്ലോസിസ് ബാധിച്ച് മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബ്രദർ ടോമും 1818 ട്യൂബർക്ലോസിസ് ബാധിച്ചിട്ട് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ ആ ഒരു വിധി തന്നെയായിരുന്നു ഇദ്ദേഹത്തിനും അതേ അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലായി. 1819 തന്നെ, ആ വർഷത്തിലാണ് ഇദ്ദേഹത്തിന് അസുഖം വരുന്നത്. In 1820, his health having further deteriorated, he moved to Rome bidding a tearful adieu to Fanny Brown in search of better climate and improved health. അപ്പോൾ 1820 ഇദ്ദേഹം റോമിലേക്ക് പോവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് റോമിലേക്ക് പോയത്? അവിടെ ഒരു നല്ല മെച്ചപ്പെട്ട കാലാവസ്ഥയും അതുപോലെ ആരോഗ്യമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം റോമിലേക്ക് പോകുന്ന സമയത്ത് ഫാനി ബ്രൗൺ എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ലവറിനോട് വിട പറയുന്നുണ്ട്. ഇപ്പോൾ അഡിയു എന്ന് കണ്ടില്ലേ, ADIEU, ആ വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട പറയാന്നുള്ള ഒരു വാക്കാണ്. അപ്പോൾ ലവറിൻ്റെ അടുത്ത് ടിയർഫുൾ അഡിയു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം റോമിലേക്ക് പോവാണ് ഫോർ എ ബെറ്റർ climate and improved health. He breathed his last in 1821 in Rome and was buried there. അപ്പോൾ
അദ്ദേഹം 1821 ലാസ്റ്റ് മരണപ്പെടുന്നത്. റോമിൽ വെച്ചിട്ടാണ്. അവിടെ തന്നെയാണ് അദ്ദേഹത്തെ ബറി ചെയ്യുന്നത്. ഷെല്ലി's famous poem Adonais 1821 was an elegy written in memory of his great poet friend. അപ്പോൾ ഷെല്ലി എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് പോയറ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേമസ് പോയം ആണ് അഡോണൈസ്. 1821 പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ അഡോണൈസ് എന്നുള്ള പോയം. ആ വർഷം തന്നെയാണല്ലോ ജോൺ കിറ്റ്സ് മരണപ്പെട്ടത്. അപ്പോൾ ജോൺ കിറ്റ്സിനെ കുറിച്ചിട്ടുള്ളൊരു എലജിയാണ് അഡോണൈസ് എന്നുള്ള പോയം. അത് ഈ ജോൺ കീറ്റ്സിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഷെല്ലി എഴുതിയിട്ടുള്ള ഒരു എലജിയാണ്. എലജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ലാമെൻറ്റ് ഫോർ ദ ഡെഡ്, മരണപ്പെട്ട ആളെ ഒരു വിലാപകാവ്യം എന്ന് പറയില്ലേ, അതാണ് എലജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എ ലാമെൻറ്റ് ഫോർ ദ ഡെഡ്. അപ്പോൾ ജോൺ കീറ്റ്സിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു എലജിയാണ് ഷെല്ലിൻ്റെ അഡോണൈസ് ഇൻ 1821. ഓക്കെ. The major themes in the poems of Keats were the reciprocal concerns of the ephemeral nature of life in contrast to the transcendence of art, the close contrast between the imagined ideal versus the experienced real, and the pagan celebration of senses beauty of nature. ഇദ്ദേഹത്തിൻ്റെ കീറ്റ്സിൻ്റെ പോയത്തിലൊക്കെ തീംസ് ആയിട്ട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ജീവിതം എന്ന് പറയുമ്പോൾ ക്ഷണികമാണെന്നുള്ളതാണ്, ഷോർട്ടാണെന്നുള്ളത്. ജീവിതം ഷോർട്ടാണെന്നുള്ള, ലൈഫ് ഈസ് ഷോർട്ട് എന്നുള്ള ആ ഒരു കാര്യം അതിൽ ഉൾപ്പെടുത്താറുണ്ട്. അതായത് മോർട്ടാലിറ്റി റിലേറ്റഡ് ആയിട്ട്. ഇൻ കോൺട്രാസ്റ്റ് ടു ദ ട്രാൻസെൻഡൻസ് ഓഫ് ആർട്ട്, ദ ക്ലോസ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ imagined ideal versus the experienced real, and the pagan celebration of sensuous beauty of nature. പക്ഷെ ആർട്ട് അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മോർട്ടൽ ആണെന്നുള്ളത്. അതുപോലെ ഇമാജിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സങ്കല്പത്തിലുള്ള കാര്യങ്ങളും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള കോൺട്രാസ്റ്റ്, വൈരുദ്ധ്യങ്ങൾ. അതുപോലെ ഇദ്ദേഹം പ്രകൃതിയുടെ ഒരു ആരാധകനായിരുന്നു നമ്മുടെ കീറ്റ്സ്. അപ്പോൾ നേച്ചറിൻ്റെ ബ്യൂട്ടി ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. Besides this, Keats dwells in the romantic exploration of nature and its fierceness. കീറ്റ്സിൻ്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ ഒരു നേച്ചറിൻ്റെ ഒരു റൊമാൻറ്റിക് എക്സ്പ്ലോറേഷനാണ് അദ്ദേഹത്തിൻ്റെ പോയത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ വൈരുദ്ധ്യങ്ങൾ, നേച്ചറിൻ്റെ ഒരുപാട് രീതിയിലുള്ള വർണ്ണനകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. As a person who witnessed the force of death during every stage of his life, he was preoccupied with the idea of mortality in most of his lyrics. ഇവിടെ നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓരോ സ്റ്റേജിലും ഡെത്ത് എന്നുള്ളത്, ഇദ്ദേഹത്തിൻ്റെ പാരൻസ് ആണെങ്കിൽ ഫാദർ, മദർ, അതുപോലെ ബ്രദർ, ഇവരൊക്കെ ഇപ്പോൾ ഫാദർ ആക്സിഡൻ്റ് ആയിട്ട് മരണപ്പെട്ടതായിരുന്നു. മദറും ബ്രദർ ടോം എന്ന് പറയുന്ന ബ്രദർ എന്തായിരുന്നു, ഈ ട്യൂബർക്ലോസിസ് ബാധിച്ച് മരണപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് വിറ്റ്നസ് ചെയ്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം, ജോൺ കീറ്റ്സ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ലിറിക്സിൽ ഇദ്ദേഹം ഇമ്മോർട്ടാലിറ്റി, മരണത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. Accordingly, he explains the inseparability of opposites of pleasure and pain, joy and sorrow, life and death, and happiness and melancholy. ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖവും ദുഃഖവും ഒക്കെ ഉൾപ്പെടുന്നതാണെന്നുള്ളത്, ദുഃഖ സമ്മിശ്രം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥ ഉള്ളതാണെന്നുള്ള, ജീവിതത്തിൽ ഇതൊന്നും ഒഴിച്ചുകൂടാനാവാത്തതാണെന്നുള്ളതാണ്. പ്ലഷർ, പെയിന്, അതിൻ്റെ വേറെ വേർഡ്സ് ആണല്ലോ, ജോയ്, സോറോ, ലൈഫ്, ഡെത്ത്, ഹാപ്പിനെസ്. മെലങ്കളി എന്ന് പറയുമ്പോൾ സാഡ്നെസ്, സോറോ എന്ന് പറഞ്ഞാൽ ദുഃഖം, പെയിൻ, വേദന അല്ലേ. പ്ലഷറും ഹാപ്പിനെസ്സൊക്കെ ഓക്കെ. അതുപോലെ ജോയ്, ആനന്ദം, ലൈഫ്, ഡെത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാവാനാത്ത, ഇന്നവിറ്റബിൾ ആയിട്ടുള്ള, ഇൻസെപ്പറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
ഹാപ്പിനെസ്, മെലങ്കളി, ഇതെല്ലാം ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതാണ്. മിക്സ്ഡ് ആണ്. ലൈഫ് ഈസ് മിക്സ്ഡ് വിത്ത് ദിസ് pleasure, pain, joy, sorrow, life and death, happiness and melancholy. Besides, Keatsian poetry is celebrated for the mystical female figures of life, love, ambition, and poesy against the medieval, chivalrous, masculine world. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഓഡ് ടു നൈറ്റിംഗേളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതുപോലത്തെ പോയംസിൽ, പല പോയംസിലും ഇദ്ദേഹം മിസ്റ്റിക്കൽ ഫീമെയിൽ ഫിഗേഴ്സിനെ കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് ലവ്, അതുപോലെ ആംബിഷൻ അല്ലെങ്കിൽ ഡിസയേഴ്സ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പോയംസ്, അതിലൊക്കെ മിസ്റ്റിക്കൽ ഫീമെയിൽ ഫിഗർ നമുക്ക് സെലിബ്രേറ്റ് ചെയ്തതായിട്ട് കാണാം. പക്ഷേ മിഡീവൽ പീരീഡിലൊക്കെ എന്ന് പറയുമ്പോൾ മസ്കുലിൻ വേൾഡ് ആയിരുന്നു. അതായത് പുരുഷനെ ഫോക്കസ് ചെയ്തിട്ടുള്ള, പുരുഷ മേധാവിത്വത്തിലുള്ള ഒരു റൈറ്റിംഗ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ മിഡീവൽ പീരീഡിലുണ്ടായിരുന്നത്.